മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് സ്ട്രെയിറ്റ് ലൈനിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള അതിഥികളാണ് നമുക്കുള്ളത്. ദേശീയ ഗെയിംസ് 35ാമത് ഇവിടെ നടക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ 27 വർഷം മുമ്പ് നടന്ന ദേശീയ ഗെയിംസിലെ സൂപ്പർ സ്റ്റാറായിരുന്ന വിൽസൺ ചെറിയാൻ നീന്തലിൽ 6 സ്വർണവും 1 വെള്ളിയും നേടി 1987 ചരിത്രം കുറിച്ച വിൽസൺ ചെറിയാനും ഒപ്പം തന്നെ ഇന്ത്യയുടെ പ്രശസ്ത സ്പ്രിൻ്റർ 800 മീറ്ററിൽ 14 വർഷം അജേയമായ റെക്കോർഡ് സൂക്ഷിച്ച ശ്രീമതി ഷൈനി വിൽസനുമാണ് നമ്മുടെ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത്. അവരെക്കുറിച്ച് കായിക കേരളത്തിന്, കായിക ഇന്ത്യക്ക് അറിയാം. അവരുമായിട്ടുള്ള ഹൃദയഭാഷണം ആരംഭിക്കുകയാണ്. രണ്ടുപേർക്കും ഈ സ്ട്രെയിറ്റ് ലൈൻ പരിപാടിയിലേക്ക് സ്വാഗതം. വിൽസൺ, എന്തു തോന്നുന്നു? താങ്കൾ 1987 നാഷണൽ ഗെയിംസിലെ ഏറ്റവും മികച്ച പുരുഷ താരമായിരുന്നു. നീന്തൽ കുളത്തിൽ തൃശ്ശൂരിൽ നടന്ന നാഷണൽ ഗെയിംസിൽ നീന്തൽ മത്സരങ്ങളിൽ 6 സ്വർണവും 1 വെള്ളിയും നേടി. 27 വർഷത്തിന് ശേഷം കേരളത്തിൽ വീണ്ടും ദേശീയ ഗെയിംസ് വിരുന്നെത്തുമ്പോൾ താങ്കൾ കേരളത്തിൻ്റെ സംഘത്തലവനാണ്. അന്ന് കേരളം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ ഇന്ന് 4ാം സ്ഥാനത്ത് നിന്ന് കുതിച്ചിപ്പോൾ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ തിരിച്ചുവരവിനെ താങ്കൾ കാണുന്നത്? ഇല്ല, ശരിക്കും അതിനകത്തൊരു തിരുത്തുണ്ട്. കഴിഞ്ഞ നാഷണൽ ഗെയിംസ് നമ്മൾ 7ാം സ്ഥാനമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് 87 നാഷണൽ ഗെയിംസിൽ താങ്കൾ മിന്നുന്ന പ്രകടനത്തിൽ കേരളം നേടിയത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. 27 വർഷത്തിന് ശേഷം കേരളം 1ാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമുക്കറിയാം, സർവീസസ് ഒരു സ്റ്റേറ്റ് ടീമല്ല. നമുക്കത് പിന്നീട് സംസാരിക്കാം. ആ അർത്ഥത്തിലാണ് ചോദിച്ചത്. കഴിഞ്ഞ തവണ കേരളം 7ാം സ്ഥാനത്തായിരുന്നു. ഒരുപക്ഷെ 7ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു സംഘത്തലവൻ ചെഫ് ഡി മെഷീൻ എന്നാണ് പറയുന്നത്. സംഘത്തലവൻ എന്ത് തോന്നുന്നു? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഞാൻ കാണുന്നത് 1ാം സ്ഥാനം തന്നെയാണ്. കാരണം നമ്മൾ നാഷണൽ ഗെയിംസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന് തന്നെയാണ് മത്സരിക്കേണ്ടത്. ആ സമയത്ത് ആദ്യത്തെ 2 ഗെയിംസോ അല്ലെങ്കിൽ 3 ഗെയിംസോ സർവീസസിന് അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് സർവീസസ് രംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ സർവീസസ് പോലെ റെയിൽവേയോ പോലീസ് കൺട്രോൾ ബോർഡോ വന്നു കഴിഞ്ഞാൽ ഇവരും ഒരു എണ്ണപ്പെട്ട ശക്തിയാവും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ എടുക്കുന്നത്. ഒരുപക്ഷെ മലയാളി താരങ്ങളാണ് ഒരുപാട് പേര്. ഷൈനി എന്ത് തോന്നുന്നു? ഇപ്പം ഷൈനി ഓടിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത്രയും കാലം ഓടിയ താരങ്ങൾ വളരെ കുറവാണ്. 4 ഒളിമ്പിക്സ്, 6 ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ്, ഇതൊക്കെ ഒരു താരം മത്സരിക്കുക എന്ന് പറയുന്നത് വളരെ റയറായിട്ടുള്ള ഇൻസിഡന്റാണ്. ഒരു 15 വർഷം അത് ഓട്ട ഫീൽഡിൽ നിലനിൽക്കുക. പ്രത്യേകിച്ച് 800 താങ്കളുടെ ഇഷ്ട ഇനം. ഞാനിപ്പോൾ നാഷണൽ ഗെയിംസിന് ഇവിടെ 87 നാഷണൽ ഗെയിംസിന് ഞാൻ 200, കാരണം നമുക്ക് ഗോൾഡിന് വേണ്ടി ഞാൻ 200 സാധാരണ ഓടാറില്ല. 200 ഓടി, 400 ഓടി, 800 ഓടി, അങ്ങനെ റിലേ ഓടി 4 സ്വർണം. ഞാനായിരുന്നു വിമണിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് അത്ലറ്റ് ഞാനായിരുന്നു, ഇൻഡിവിജ്വൽ ചാമ്പ്യൻ. മെന്നിൽ വിൽസനും. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പിന്നെ ഇത്രയും വർഷം നമ്മുടെ കേരളത്തിന് വേണ്ടി ഒത്തിരി നാഷണൽ മീറ്റും അത് വേണ്ടി ഓടാൻ സാധിച്ചത്. നാഷണൽ ഗെയിംസിനായാലും 3 നാഷണൽ ഗെയിംസിന് എനിക്ക് 10 കൂടുതൽ ഗോൾഡ് മെഡലുണ്ട്. സാഫ് ഗെയിംസിന് 18 സ്വർണം, ഏഷ്യൻ മീറ്റിൽ 7 ഗോൾഡും 5 സിൽവറും 2 ബ്രോൺസും 14 മെഡല് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിൽ ഇത് ചെയ്യുമ്പോ എന്തുകൊണ്ട് പിന്നീട് വന്ന നിങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് PT ഉഷ, ഷൈനി വിൽസൺ, MD വത്സമ്മ, ഇത് ഇന്ത്യയിലെ ഓരോ വീടുകളിലും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളാണ്. പിന്നീട് എന്തുകൊണ്ട് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ബീനാമോൾ ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ പോലെ ഒരു ഇന്റർനാഷണലി ഒളിമ്പിക്സ് വരെ താങ്കൾ 4 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആളാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സെമി ഫൈനലിൽ ആദ്യമായി എത്തുന്ന ഒളിമ്പിക്സ് സെമി ഫൈനൽ ട്രാക്ക് ആൻഡ് ഇവന്റ്സിൽ എത്തുന്ന ഇന്ത്യൻ വനിത. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് എവിടെയൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ, മിന്നി പറഞ്ഞു പോയ ആൾക്കാരെ ഞാൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു ഇത് ഉണ്ടാവാതെ പോയത്? കേരളം ഇച്ചിരി പുറകോട്ട് പോയി. താങ്കൾ ചൈനയുടെ അവാർഡ് നേടിയ ആളാണ്. ചൈന വളരെ മുന്നോട്ട് പോയി. ഞാനൊരു ആരെങ്കിലും കുറ്റം പറയാൻ വേണ്ടിയല്ല, എവിടെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത്രയും കാലത്തെ അനുഭവത്തിന് വെളിച്ചത്തിൽ. ഇല്ല, ഞങ്ങളൊക്കെ കുറേ വർഷം 10-18 വർഷത്തോളം നമ്മൾ സ്പോർട്സ് ഫീൽഡിൽ നിന്നു. ഇപ്പോൾ വരുന്ന പിള്ളേർ അത്ര നിൽക്കുന്നില്ല. ഇപ്പോൾ ബീനാമോളും അഞ്ജുവും പിന്നെ ഇപ്പോൾ ടിൻഡുവിലൊക്കെ അവരൊക്കെ കുറേ വർഷം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പ്രീജ, ഇപ്പോൾ OPJC ആയാലും കുറേ വർഷം ചെയ്തു. അങ്ങനെ എല്ലാ വളരെ ചുരുക്കം നേരത്തിലും കമ്മിറ്റഡ് ആയിട്ട് വരാൻ തയ്യാറാവുന്നു. അതായിരിക്കും ടാലൻസ് ഇല്ലാത്തതല്ല.
പരിശീലനക്കുറവല്ല. ഇല്ല, പരിശീലനം ഇപ്പം പണ്ടത്തെ അപേക്ഷിച്ച് ഒത്തിരി ഉണ്ട്. കാരണം ഇപ്പോൾ ഫുൾ ടൈം ക്യാമ്പുണ്ട്. ഇപ്പം കേരള ഗവൺമെൻറ് ആയാലും ഇവിടെ ട്രെയിനിങ്ങിന് പിള്ളേർക്ക് ചെയ്യാനുള്ള സൗകര്യം, അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ സെൻട്രൽ ഫുൾ ടൈം നാഷണൽ ക്യാമ്പും ഉണ്ട്. അപ്പം ഫെസിലിറ്റീസ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ. വിൽസൺ, അതുപോലെ തന്നെ ഇത്തവണത്തെ നാഷണൽ ഗെയിംസിൽ കേരളം പ്രതീക്ഷിക്കാത്ത ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം, പക്ഷെ സാധാരണക്കാരന് അറിയത്തില്ല. ഇപ്പോൾ ഒരുപക്ഷെ മറ്റേ തുഴച്ചില്, അതുപോലെ തന്നെ നമ്മളെ ഫെൻസിങ്, ഇതുപോലെ നമ്മളൊന്നും ഇതുവരെ വിൻ ചെയ്യാത്ത ഒരുപാട് സ്ഥലത്ത് നമ്മൾ സ്വർണം നേടുന്ന ഒരു അവസ്ഥയാണ്. സൈക്ലിങ്ങിൽ നേരത്തെ രജനി നേടിയിട്ടുണ്ട്, എന്നാൽ പോലും ഇത്രയും സ്വർണം സൈക്ലിങ്ങിൽ ഒരുപക്ഷെ ജനം പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ലറ്റിക്സ് ആണ് ആകെ പ്രതീക്ഷിച്ചു വരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ കേരളം ഏതാണ്ട് ഒരു 10, 16, 17 സ്വർണം നേടിക്കഴിഞ്ഞിരുന്നു. അപ്പൊ എന്താണ് അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണോ ഈ സമയം? ഇല്ല, ഒരു പക്ഷേ ഞാൻ ഇവന്റ് തുടങ്ങുന്ന മുമ്പ് ഇതേപോലെ ഒരു ഇന്റർവ്യൂ എന്നെ ചോദിച്ചിരുന്നു. അദ്ദേഹം അന്ന് എന്നോട് ഇന്റർവ്യൂവിൽ ചോദിച്ചു എത്ര സ്വർണം കിട്ടുമെന്ന്. ഞാനന്ന് എൻ്റെ ഒരു ഉദ്ദേശം അങ്ങനെ ആവട്ടെ എന്ന ആഗ്രഹത്തിൽ ഞാനൊരു 50 ഗോൾഡ് പറഞ്ഞിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പലരും സ്പോർട്സുകാരൊക്കെ എന്നെ കളിയാക്കി ചോദിച്ചു 50 ഗോൾഡൊക്കെ അത്യാഗ്രഹമല്ലെന്ന് ചോദിച്ചു. ശരിക്കും ഒരു അത്യാഗ്രഹം തന്നെയായിരുന്നു. പക്ഷെ അത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ അല്ല ഇന്ന് എന്നാലും നമുക്ക് അത്ലറ്റിക്സ് കൂടാതെ ഇനി വോളിബോൾ 2 നമ്മൾ ഫൈനലിൽ വന്നു, ബാസ്കറ്റ് ബോൾ വിമൻ നമ്മൾ ഫൈനലിൽ വന്നു, ഷട്ടിൽ നമ്മൾ തുളസി ഫൈനലിൽ വന്നിട്ടുണ്ട്, പിന്നെ സൈക്ലിങ്ങിൽ ഒരു 5-6 ഇവൻ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോൾ മേ ബി ഒരു 50 അടുത്ത് വരും. അത് ദൈവത്തിൻ്റെ അല്ലാതെ അങ്ങനെ ആവട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം. എനിക്ക് 87 നമ്മൾ വന്നതിന് ശേഷം ഇപ്പം നമ്മൾ കിരീട നേട്ടം തന്നെ നമുക്ക് പറയാം. ആ ഒരു അച്ചീവ്മെൻറ്റിനോട് അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഈ നിങ്ങളുടെ ഒരു തലമുറ, നേരത്തെ ഞാൻ ഷൈനിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെ, നീന്തലിൽ കേരളത്തിന്റെ ഒരു 87 ഗെയിംസ് എന്ന് പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിരുന്നു. കാരണം നീന്തൽ കുളത്തിൽ നിന്ന് വിൽസൺ തന്നെ 6 സ്വർണം നീന്തിയെടുക്കുക. താങ്കളുടെ സ്പെഷ്യലൈസേഷൻ ബാക്ക് സ്ട്രോക്കാണ്, നീന്തിയെടുക്കുന്നു. പിന്നെ താങ്കളുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ചാവറ ബ്രദേഴ്സ് വരുന്നത്, തോമസ് ചാവറയും ജോസഫ് ചാവറയും. സെബാസ്റ്റ്യൻ പിന്നീട് 90s വരുന്നു. ഇങ്ങനെ ഒരു മറ്റേ കുട്ടനാട് പാല മീനച്ചിൽ താലൂക്കിന്റെ ഒക്കെ ഇവിടുന്ന് ഒരു വലിയൊരു താരോദയം ഉണ്ടായ ആ കാലഘട്ടത്തിൽ. ഇപ്പൊ 10-25 വർഷം അല്ലെങ്കിൽ 27 വർഷമൊക്കെ അല്ലെങ്കിൽ 25 വർഷം കഴിഞ്ഞിരിക്കുന്നു. താരോദയങ്ങൾ പിന്നീട് ഉണ്ടാവുന്നില്ല. പിന്നെ ഇപ്പൊ ഉണ്ടായത് ഇപ്പൊ സജൻ മലയാളിയാണ്, ഇല്ലാന്ന് പറയുന്നില്ല, അമ്മത്തോടുകൂടെക്കാരിയാണ്. സജൻ മറ്റേ പ്രകാശാണ് പിന്നെ ഒരു താരമായിട്ട് ഉയർന്നു വന്നത്. കഴിഞ്ഞ വർഷം നമുക്കൊരു മെഡൽ പോലും ഇല്ലായിരുന്നു നീന്തലിൽ. ഈ ഞാൻ ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ ഒരു നീന്തലിൻ്റെ എന്ന് പറയുന്നത് കുട്ടനാടാണ്. കാരണം കുട്ടനാട് വെള്ളത്തിൻ്റെതാണ്, ജനിച്ചു വീഴുന്ന വെള്ളത്തിലേക്കാണ്. ഓരോ പ്രദേശത്തിന് അതിൻ്റെ ഇതുണ്ടല്ലോ, ഉഷ വന്നൊരു ഷൈനി വന്ന് ഇടുക്കി, അതുപോലെ കുട്ടനാട്ടിൽ നിന്നാണ്. പക്ഷെ കുട്ടനാടിന് ഒരിക്കലും നീന്തലിന് വലിയ പ്രാധാന്യം കേരളം കൊടുക്കുന്നതായി കാണുന്നില്ല. പക്ഷെ പിരപ്പങ്കോട് തിരുവനന്തപുരമാണ് സ്വിമ്മിങ്ങിൻ്റെ ഇതായിട്ട് വന്നത്. എവിടെയാണ് കേരളത്തിൽ എവിടെയാണ് പിഴച്ചു നീന്തലിൻ്റെ കാര്യത്തിൽ? ഇല്ല, നീന്തലിൻ്റെ കാര്യത്തിൽ നമ്മൾ മാറ്റി നിർത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതൊക്കെ കാരണം ഈ പറയുന്ന പെരപ്പങ്കോടാണെങ്കിലും തിരുവല്ല ഇല്ല, ഞാനും പറഞ്ഞു തീരട്ടെ. ഈ സ്ഥലങ്ങളിൽ നിന്നും വളരെ ഇന്റർനാഷണൽ വാട്ടർ പോളോ പ്ലേയേഴ്സും സ്വിമ്മേഴ്സും വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സെബാസ്റ്റ്യൻ സേവറോ വിൽസൺ ചെറിയാനോ അല്ലെങ്കിൽ അത്രത്തോടമുള്ള സ്വിമ്മേഴ്സ് അവിടെ നിന്ന് വന്നിട്ടില്ല. നമുക്കൊരു പക്ഷെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ഇപ്പോഴത്തെ വലിയൊരു നേട്ടത്തിന് നടുവിൽ ഞാൻ കുറച്ച് കാണുകയല്ല. ഇതിനെക്കുറിച്ച് നമുക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷെ ഇതൊരു വളരെ പോസിറ്റീവായിട്ട്, കാരണം വീണ്ടും കേരളം തിരിച്ചുവരവിൻ്റെ ട്രാക്കിൽ എത്തിയത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഇല്ല, എനിക്ക് സങ്കടകരമാണ്. ഞാൻ 97 ഞാൻ കേരള ടീമിൻ്റെ കോച്ചായിരുന്നു. അന്ന് ആലപ്പുഴയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ, കടലിൻ്റെ അടുത്ത് തന്നെ ഒരു 50 മീറ്റർ സ്വിമ്മിംഗ് പൂൾ വന്നു. അപ്പോൾ നമുക്കെല്ലാം പ്രതീക്ഷയായിരുന്നു അവിടെ നിന്ന്, എന്ന് വെച്ചാൽ ഒരു പറ്റം നല്ല സ്വിമ്മേഴ്സ് വരുമെന്ന്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടനാട് വെള്ളത്തിന് നടുക്ക് കിടക്കുന്നതാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളടക്കം പെൺകുട്ടികളും സ്ത്രീകളും എല്ലാം വള്ളം തുഴഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും നീന്തലറിയാം. അപ്പോൾ നാച്ചുറലായിട്ട് അവർക്ക് ടാലൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഒരു നിര വരുമെന്നാണ് നമ്മൾ. പക്ഷേ സങ്കടകരമായിട്ട് അവിടെ നിന്ന് ഒരു സ്റ്റേറ്റ് സ്വിമ്മർ പോലും വന്നില്ലെന്നുള്ളതാണ്. ഇനി എൻ്റെ അഭിപ്രായത്തിൽ അത് നമ്മൾ ലാർജ് സ്കെയിലിൽ പോകാതെ കുട്ടനാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്, കൈനഗിരി, അങ്ങനെ കുറേ ഗ്രാമങ്ങളുണ്ട്. അവിടെ ഒരു ചെറിയ ഓരോ സ്വിമ്മിംഗ് പൂളുകൾ അല്ലെങ്കിൽ ഒരു 25 മീറ്റർ ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പലരും ഇവരാറ്റിലും തോട്ടിലും മറ്റേ കനാലുകളിലും ഒക്കെ നീന്തിയുള്ള പരിചയമാണ്. അവർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ട്രെയിനിങ് കിട്ടുന്നില്ല. അതൊരു പോരായ്മയാണ്. ചൈന പറഞ്ഞില്ലേ, ചൈന 90s ഒക്കെ വരെ ചൈന എന്ന് പറയുന്നത് സ്പോർട്സ് മാപ്പിൽ ഇല്ലായിരുന്നു. പക്ഷെ ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞാൽ ഒരു 7 വയസ്സ് 8 വയസ്സാകുമ്പോഴേക്കും പിള്ളേരെ പിടിച്ചു കൊണ്ടുപോയി അവരങ്ങ് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പോൾ വേൾഡ് സ്റ്റാൻഡേർഡിൽ അമേരിക്കയോടും റഷ്യയോടും ജർമ്മനിയോടൊക്കെ മത്സരിക്കാവുന്ന തരത്തിലേക്ക്
മറ്റേ ചൈന ഒരുപക്ഷെ ചൈന പല കാര്യങ്ങളിലും ആധിപത്യം പുലർത്തിയിട്ടില്ല. ഇല്ല, അതിൽ ചൈനയെ നമ്മളായിട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ചൈനയിൽ 8 വയസ്സ് തൊട്ട് അവർ ചെയ്തിട്ട് ചിലപ്പം അവർ അങ്ങനെ ഒരു ഐസൊലേറ്റഡ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവരെ ആ രീതി വീട്ടിലോട്ട് വിട്ട് അവർക്ക് പേരൻസിനെ കാണാൻ അവകാശമില്ല, TV കാണാൻ അവകാശമില്ല, ഒന്നുമില്ല. അവർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അകത്ത് പോകും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് അതെ അതെ. അപ്പോൾ അവർ പിന്നെ ആ രീതിയിലുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ ആ രീതിയിലൊന്നും ചിലപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെ പഴയ രീതിയേക്കാളും വളരെയധികം നമ്മൾ മെച്ചപ്പെട്ടു. പണ്ടൊക്കെയാണെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ നമ്മളൊക്കെ ചെയ്ത സമയത്ത് ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിൽ 1 വർഷത്തോളം ക്യാമ്പ്, അവിടെ ഈ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും നമ്മളത് സർവൈവ് ചെയ്ത് നീന്തുകയും ഓടുകയൊക്കെ ചെയ്യണം. അല്ല, തിരിഞ്ഞു നോക്കുമ്പോഴേ ഒരു ഇത്രയും കിടന്ന് ഇപ്പോൾ ഒരുപക്ഷെ എല്ലാവരും അടിച്ചു പൊളിച്ചു കിടക്കുന്ന കാലത്ത് നിങ്ങളൊക്കെ ഈ ഒരു സ്പോർട്സിന് വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് ഇതെല്ലാം ഇന്ത്യ അല്ലെങ്കിൽ കേരളം അതിന് നിങ്ങളോട് പേ ചെയ്തു അല്ലെങ്കിൽ നിങ്ങളോട് ഇത് കാണിച്ചു, നീതി കാണിച്ചു എന്നുള്ള തോന്നുന്നു. ഇല്ല, ശരിക്കും ഞങ്ങളതൊരു തിരിച്ചൊന്നും പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ ഇത്ര പ്രതിഫലം കിട്ടും ഇന്നത്തെ പോലെ അന്നൊന്നും ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഷെയ്ഡ് 12 ഗോൾഡ് വന്നു. അന്ന് നമുക്ക് കിട്ടുന്ന 500 രൂപ ഒരു ഗോൾഡിന്. അത് ഞങ്ങൾക്ക് 87 നാഷണൽ ഗെയിംസ് 5 ലക്ഷമാണ്. പക്ഷേ അത് അതുപോലെ വില്ലേജ് ഇല്ല, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഫുഡില്ല, ഈ പറഞ്ഞ മീഡിയയ്ക്കോ നിങ്ങൾക്കോ പരാതി പറയാൻ ഞങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനം അന്ന് ഇല്ല. അന്ന് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഓണായിട്ട് താമസിച്ചു, ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിച്ചു. അപ്പോൾ ഫുഡിന് തന്നെ നമുക്ക് 10,000-2000 രൂപ ആയി കാണും. പക്ഷേ ഇപ്പോൾ ഉള്ള പിള്ളേർക്കെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാതിരിക്കുകയും ഈ ഓട്സിനെതിരെ നീന്തി കയറിയത് കൊണ്ടാണ് ഒരുപക്ഷെ അത്രയും ഒരു കമ്മിറ്റ്മെന്റ് വന്നത് എന്ന് തോന്നുന്നു. ഇല്ല, കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അന്ന് ഡെഡിക്കേറ്റഡ് ആയിരുന്നു. നമ്മളിപ്പോൾ കോച്ച് ഇല്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് പോയി വർക്കൗട്ട് ചെയ്യായിരുന്നു. നമ്മുടെ ഒരു പ്രസ്റ്റീജ് ഉണ്ടായിരുന്നു. ഒരു വർഷം ചാമ്പ്യനായി കഴിഞ്ഞാൽ അത് നിലനിർത്തണം, അടുത്ത വർഷം നമ്മൾ ഒരാൾ തോൽപ്പിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ സ്വിമ്മിങ് 13 വർഷം കണ്ടിന്യൂസ് നാഷണൽ ചാമ്പ്യനായിരുന്നു. അന്നൊന്നും നമ്മൾ പ്രതിഫലം നോക്കിയല്ല, നമ്മൾ ജോലി ചെയ്തു, നമ്മൾ റെയിൽവേ വിളിച്ച് നമ്മൾ റെയിൽവേ ജോയിൻ ചെയ്തു. പിന്നെ നമ്മുടെ പേരൻസ് പോലും ഒന്നും അറിയത്തില്ല. അവർ പോലും നമ്മളിങ്ങനെ ജോലി കിട്ടുമെന്ന് ഒന്നും പ്രതീക്ഷിച്ച് നമ്മളെ വന്നവരുമല്ല. പിന്നെ അവർ മത്സരം കഴിയുമ്പോൾ മെഡൽ കാണും, സന്തോഷം, അതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പിള്ളേർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് നല്ല അവർക്ക് പാരിതോഷികം കൊടുക്കാറുണ്ട്, ജോലികൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ശരിക്കും നമ്മൾ ചെയ്തതിനേക്കാളും വളരെ മെച്ചപ്പെട്ട സൗകര്യമാണ്. ഒരു അത്ലറ്റിന് ധൈര്യമായിട്ട് അവൻ പെർഫോം ചെയ്യണം. അവന് ഹാർഡ് വർക്ക് വില്ലിങ് ആണെങ്കിൽ അവന് ധൈര്യമായിട്ട് സ്പോർട്സിലോട്ട് ഇറങ്ങാം. അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രീജ ശ്രീധരൻ ഓടി വെള്ളി കിട്ടി, അവളുടെ ലാസ്റ്റ് ഓട്ടമായിരുന്നു. ഒരുപക്ഷെ പ്രീജ ശ്രീധരൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് ആയിരുന്നില്ല അത്. കാരണം സ്വർണം നേടിക്കൊണ്ടിരുന്ന ഒരാൾ വെള്ളിയിൽ എൻഡ് ചെയ്യുന്നത്. ഒരു സ്പ്രിന്റർ എന്ന നിലയിൽ താങ്കൾക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ കരിയറിന്റെ ബെസ്റ്റിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ റിട്ടയർ. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അതിൻ്റെ ഏറ്റവും നല്ല ഫോമിൽ നിൽക്കുന്ന കാലത്താണ് പുള്ളി റിട്ടയർ ചെയ്തത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ നിങ്ങളുടെ ഏറ്റവും നല്ല പീക്കിൽ നിൽക്കുമ്പോഴാണ്. ഉഷ ഒരു പക്ഷേ ഒന്ന് അല്പം മാറി ഇത് ചെയ്തപ്പോൾ ഉഷയുടെ വീടിന് കല്ലേറ് വരെ വന്ന സംഭവം ഉണ്ടായി. ദുഃഖകരമാണ്. എന്താ പറയുക, എന്ത് തോന്നുന്നു? കരിയറിലെ പീക്കിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അല്ല OPJ ശരിക്കും ഒരു നേഷണൽ ലെവലിൽ എപ്പോഴും മെഡൽ, ഏഷ്യൻ ഗെയിംസിനൊക്കെ മെഡൽ കിട്ടുന്ന കുട്ടിയാണ്. അപ്പം പ്രീജ ഇപ്പോൾ ശരിക്കും ഇന്നലെ ശരിക്കും നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ നന്നായിട്ട് ഓടി ഇന്നലെ പ്രീജ. അതൊരു വലിയ ഗോളിന് ഒരു സ്വർണത്തിൽ എന്ത് ചെയ്യുന്ന താരത്തിന്റെ മുഖമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇല്ല, എനിക്കൊന്നും പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രീജ ശ്രീധരനോ അല്ലെങ്കിൽ സ്വിമ്മറോ അല്ലെങ്കിൽ സ്വിമ്മറയോ അല്ലെങ്കിൽ വേറൊരു താരത്തെയും ക്രിക്കറ്റ് പ്ലേയേഴ്സിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഒരു IPL കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് 12 കോടിയാണ്. അവർക്കപ്പോൾ ഈ കടിച്ചു തൂങ്ങേണ്ട കാര്യമില്ല. അവരൊക്കെ 100-200 കോടി സമ്പാദ്യമുള്ളവരുടെ മുന്നിൽ ഈ പ്രീജ ശ്രീധരനെ പോലെയുള്ളവർക്ക് ഒരു 3 ലക്ഷം കിട്ടുന്ന അവർക്ക് വലിയ കാര്യമാണ്. നമ്മളെപ്പോലെ ഒരു അത്ലറ്റിനോ അല്ലെങ്കിൽ ഒരു സ്വിമ്മറിനോ ഒരു വോളിബോൾ താരത്തിനോ വലിയ കാര്യമാണ്. അപ്പൊ അവർക്ക് അവരുടെ പീക്ക് തിന്നിട്ട് ഉടനെ റിട്ടയർ ആകുമെന്ന് പറഞ്ഞാൽ ആ പാവത്തിനൊരു 4-5 ലക്ഷം രൂപ ലോസാണ്. അതൊരു വാലിഡ് പോയിന്റ് ആണ്. നന്നായിട്ട് ഓടി പറ്റുന്ന രീതിക്ക് കാണികൾ അത്ര സപ്പോർട്ടായിരുന്നു. പിന്നെ കാരണം എല്ലാരും കൂകി കൂകി അങ്ങനെ ഒരു ഇതാണ്. അതുപോലെ തന്നെ ജോസഫ് എബ്രഹാം നമ്മുടെ ഒരു ഷുവർ ഗോൾഡ് പ്രതീക്ഷയായിരുന്നു. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഫൗൾ സ്റ്റാർട്ടിൽ ഇത് ചെയ്യുന്നു. എനിക്കവിടെ ഉസൈൻ ബോൾട്ടിന് പോലും പറ്റിയിട്ടുണ്ട്. അതൊരു തെറ്റൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു ലാസ്റ്റ് ഓട്ടത്തിൽ അങ്ങനെ വരുമ്പോഴേ എന്തായിരിക്കും ഒരു നിങ്ങളൊക്കെ ഇന്ന് ഞാൻ വില്ലേജിൽ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അത്ലറ്റിക്സിൻ്റെ. എല്ലാ കോച്ചസും മാനേജറും മീറ്റിംഗ് ഉണ്ടായിരുന്നു അത്ലറ്റിക്സിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ ഇവിടെ ഇരിക്കുന്നു, ഒരു കസേരയിലിരിക്കുന്നു ജോസഫ് എബ്രഹാം. ഞങ്ങൾ റെയിൽവേക്കാരനാണ്, ഞങ്ങൾ നാട്ടുകാരാണ്. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ
ആകെ ഡെസ്പാണ്. പക്ഷേ ഇന്ന് 4x4 റിലേ ഉണ്ട്, നന്നായിട്ട് ഓടണമെന്ന് പുള്ളി പറയുന്നു. അതുമല്ല പുള്ളി ഇതിനു വേണ്ടി മാത്രമാണ് പ്രിപ്പയർ ചെയ്തത്. ഒരു പക്ഷേ നാഷണൽ ഗെയിംസ് കഴിഞ്ഞ് പുള്ളി റിട്ടയർ ചെയ്യും. ഒരു ഏഷ്യൻ ഗെയിംസ് 78 ശേഷം, അതായത് എനിക്ക് തോന്നുന്നത് TC യോഹന്നാന് ശേഷം ഒരു മലയാളി ഇൻഡിവിജ്വലായിട്ട് ഗോൾഡ് മെഡൽ ഏഷ്യൻ ഗെയിംസിൽ വരുന്ന ജോസഫ് എബ്രഹാം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം വന്നു. അതുപോലൊരു അത്ലറ്റ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു അത്ലറ്റ് ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഒരു ടെൻഷൻ എന്നുള്ള സാധനം ഉണ്ടാവില്ല. ലാസ്റ്റ് ഓട്ടം സ്വർണ്ണ പ്രതീക്ഷയാണ്. അപ്പോൾ ആൾക്ക് ഈ ജനം മുഴുവൻ എന്തെങ്കിലും വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കും. അതല്ല, ചിലപ്പോൾ നമ്മൾ ആ ടേക്ക് ഓഫ് മാർക്ക് കൊടുത്തിട്ട് ഫുൾ അറ്റൻഷൻ നിൽക്കുമ്പോൾ ചെറിയൊരു ആയാസം വരും. അതൊരു അത്ലറ്റ് വരുന്നതാണ്. അങ്ങനെ സംഭവിച്ചു പോയിരിക്കും. പക്ഷേ ഇന്ന് റിലേ ഉണ്ട്, ഞങ്ങൾ പറഞ്ഞ് നന്നായിട്ട് ചെയ്യണം, ടെൻഷൻ എടുക്കണ്ട എന്ന് പറഞ്ഞ് 4 പേരും പിന്നെ നമുക്ക് ആ ടെൻഷൻ കുറച്ചുകൂടെ കുറയും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഷൈനി തന്നെ ഓർക്കുന്നത്, ഷൈനി എന്താ പറയുക 15 വർഷം ഭയങ്കരമായിട്ടുള്ള അച്ചീവ്മെന്റ് നടത്തിയ ആളാണ്. അപ്പൊ ഇതിനൊരു പ്രസക്തിയില്ല ഞാൻ ചോദിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ജീവിതത്തിൽ എപ്പോഴും വിജയങ്ങൾ മാത്രം കൊയ്യുന്ന സമയത്ത് എന്താ പറയുക, ഒന്ന് ട്രാക്ക് തെറ്റി ഓടിയതിന്റെ പേരിൽ ഒരു സ്വർണം നഷ്ടപ്പെടുക, അത് ഉണ്ടാക്കിയൊരു വേദന ഇപ്പോഴും മനസ്സിലുണ്ട്. ഇപ്പോഴും അല്ല, എന്നും ഉണ്ട്, എന്നും വരും. അതൊരു മനസ്സിൽ വിഷമം തന്നെയായിട്ട് കിടക്കുക. പക്ഷേ എൻ്റെ ഈ സെയിം കേസായിട്ട് ഇപ്പം ബഹ്റിൻ ഗേളിന് ഇപ്പം കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിന് ട്രാക്ക് മാറി ഇതായി, എന്നിട്ട് ഇപ്പം ആ മെഡൽ കൊടുത്തു അവർക്ക്. മെഡൽ കൊടുത്തു. ശരിക്കും എനിക്ക് ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ആ മെഡൽ തിരിച്ചു കിട്ടും. ഞാൻ തീർച്ചയായിട്ടും റിക്വസ്റ്റ് നടത്താനായിട്ട് ഇത്രയും കാലത്തെ ഇത് വെച്ചിട്ട് ഒന്ന് തിരിച്ചു തരാനായിട്ട് എന്ത് ചെയ്തൂടെ? അതാ ഇപ്പൊ കൊടുക്കാൻ പോവുകയാണ്, എല്ലാം പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നു. അതിന്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ കിട്ടണം, അതിന് വേണ്ടിട്ട് അതില്ല, എന്റെ കയ്യിൽ ഇല്ല, എല്ലാം മിസ്സായി പോയി. പണ്ടത്തെ കാലത്ത് ഉള്ള ഇതെല്ലാം പൂപ്പലൊക്കെ കയറി അങ്ങനെ പോയി. ഈ ഇപ്പോൾ വരുന്ന താരങ്ങളില് ഒരു ഒളിമ്പിക് പ്രതീക്ഷയുള്ള താരങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സംഘത്തലവൻ എന്ന നിലയ്ക്ക് ആരൊക്കെയാണ് ഇപ്പോൾ അത്ലറ്റിക്സിലെ മറ്റും ഫീൽഡില്? ഇല്ല, അത്ലറ്റിക്സിലാണ് നമുക്ക് ഏഷ്യൻ ഗെയിംസ് വെച്ച് നോക്കുമ്പോൾ അത്ലറ്റിക്സിലാണ് നമുക്ക് കൂടുതൽ മെഡൽ വരാൻ ചാൻസ്. അതിനകത്ത് ടിൻഡു നന്നായിട്ട് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ടിയാന എന്ന് പറഞ്ഞ കൊച്ച്, അല്ല അനിലിൻ്റെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അനുമറിയം, ഇവരെ അങ്ങനെ കുറേ യുവ താരങ്ങൾ വരുന്നുണ്ട്. ഈ ഷൂട്ടിങ്ങിലേക്ക് പക്ഷേ സംഘത്തലവൻ നൽകി ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. എലിസബത്ത് ഇപ്പോൾ വേൾഡ് ചാമ്പ്യന്മാരെ ബീറ്റ് ചെയ്തിട്ടാണ് എലിസബത്ത് സ്വർണ്ണം നേടിയത്, 2 സ്വർണ്ണം നേടിയത്. അതെ, എലിസബത്ത് ഒരു ചാൻസ് ആണെന്ന്. എലിസബത്തിന് ഹാർഡ് വർക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു 1-2 വർഷമായിട്ട് അത് പുള്ളിക്കാരി ഡൽഹിയിൽ മെച്ചപ്പെട്ട സൗകര്യത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ കണ്ടത്. മേ ബി ഫ്യൂച്ചർ നല്ല ഫ്യൂച്ചറുള്ള താരമാണ്. സണ്ണി തോമസ് സാറാണ് കൂടുതൽ അറിയാവുന്നത്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം പ്രതീക്ഷയുണ്ട്. അതുപോലെ ഇപ്പോൾ സജൻ പ്രകാശ് ഇത്രയും സ്വർണം നേടി, 6 സ്വർണം നേടി. താങ്കളുടെ സ്വർണത്തിനൊപ്പം എത്തിയ ഒരു പ്രകടനം അതാണ്. സജൻ പ്രകാശിന് കേരളത്തിലേക്ക് വരാൻ പരിഗണിക്കാമെന്നൊക്കെ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ? ഒരുപക്ഷെ കേരളം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഒരു താല്പര്യം എടുക്കുന്നുണ്ടോ സ്പോർട്സിന്റെ കാര്യത്തിൽ? ഇല്ല, സജൻ അക്കാര്യത്തിൽ എനിക്ക് വലിയ വിഷമം എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ സജൻ ഒരു ജൂനിയർ നാഷണൽ മെഡലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ റെയിൽവേ ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന് വർഷം ഫുള്ള് നമ്മൾ പ്രാക്ടീസിനുള്ള ഫെസിലിറ്റീസ് കൊടുത്തു. അല്ല, അത് റെയിൽവേ ബോർഡിൽ നിന്ന് കൊടുത്തു. അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും നല്ല കോച്ചസിൽ ഒരാളുടെ കൂടെയാണ് മലയാളിയായ ചീഫ് കോച്ച് പ്രദീപ് കുമാറിനോട് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല, മേ ബി എൻ്റെ ഊഹം ശരിയാകാം തെറ്റാകാം, ഒരു പക്ഷേ അദ്ദേഹം കേരളത്തിലാണ് ജോലിയിൽ നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ കാണുന്ന സജൻ പ്രകാശ് നമുക്ക് കാണാൻ പറ്റും. ബാംഗ്ലൂർ മെച്ചപ്പെട്ട സൗകര്യമുണ്ട്, പ്രാക്ടീസ് ഫെസിലിറ്റി ഇച്ചിരി നല്ലതായിരുന്നു. ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ഫലവും കൂടിയാണ് ഇന്ന് കാണുന്ന ഈ നേട്ടം. ഈ ഇത്തവണ സാധാരണ കേരളത്തിന്റെ താരങ്ങളെ മുഴുവൻ മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോകുന്നതാണ് കാണാറ്. പക്ഷെ ഇത്തവണ ഈ മറ്റ് താരങ്ങളെ പിടിക്കുന്നതിൽ കേരളത്തിനൊരു പ്രത്യേക കഴിവ്. ഇപ്പോൾ പർദേശി ഇല്ല, അതുപോലെ തന്നെ ഞാൻ ചോദിക്കാം, ഇപ്പൊ തമിഴ്നാടിന്റെ വോളിബോളിൽ തന്നെ മലയാളി താരങ്ങൾ 6 പേര് സർവീസസിന് വേണ്ടി കളിക്കുന്നു. ഇന്നലെ വളരെ ചെറിയതിനാണ് കേരളം ജയിച്ചത്. 6 പേര് മലയാളികൾ, ക്യാപ്റ്റൻ അടക്കം. അതേസമയം 2 തമിഴ് താരങ്ങള് കേരളത്തിന് വേണ്ടി കളിക്കുന്നുണ്ട്. ഇല്ല, അതില് പലതിലും പല ഇവന്റ്സിലും. അപ്പൊ അത് എന്താണ് അതിന്റെ ഒരു മാറ്റം? ചോദിച്ച ഉത്തരം മനസ്സിലായി, എന്നെ കുഴപ്പിക്കാനാന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ പറയാണ്, ഇതിന് ഞാൻ മറുപടി പറയാം. കാരണം കേരളം ഒരിക്കലും കിരീടം പിടിക്കണം എന്നുള്ള ഇതോടുകൂടി അതിൽ എല്ലാവരും വിട്ടുപോകലാണ്. ഇങ്ങോട്ട് പിടിക്കാന്ന് പറയുന്ന ഒരു അഗ്രസീവ്നെസ് ആണ്. ഓക്കെ, ഇല്ല, അത് ഞാൻ എൻ്റെ മറുപടി പറയാം. അതിന് കേരളം പോയെന്ന് പറഞ്ഞത് എല്ലാവരും തന്നെ മലയാളികളാണ്. 1-2 ഈ പരദേശി, അദ്ദേഹത്തിന് ജോലിയില്ല. പിന്നെ ഈ ജെറോം വിനീത്, അദ്ദേഹത്തിൻ്റെ ഒരാൾ മലയാളിയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ നാഷണൽസിന് നമ്മുടെ കേരളത്തിന് വേണ്ടി തന്നെ മത്സരിച്ചത്.
അന്നേരം ഈ പറഞ്ഞ ഈ ചോദ്യങ്ങൾ വന്നില്ല, പേപ്പറുകാർ ഞാൻ ചോദിച്ച ഈ ചോദ്യം വളരെ പോസിറ്റീവ്. കാരണം ഒരു എന്താ പറയുക, കേരളത്തിന് വേണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയവരോ കേരളമായിട്ട് ബന്ധമുള്ളവരെ ഒക്കെ അടുപ്പിച്ച് നിർത്താനുള്ള ഒരു അഗ്രസീവ് ശ്രമം കേരളം നടത്തി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതുപോലെ പലപ്പോഴും അത്തരം ശ്രമങ്ങൾ ഉണ്ടാവാറില്ല. അതെ, ഇത് നല്ല കാര്യമാണ്. റെയിൽവേ പിള്ളേരെ മുഴുവൻ നമ്മൾ റെയിൽവേ താരങ്ങൾ മുഴുവൻ മലയാളീസിനെ നമ്മൾ റിലീസ് ചെയ്തു. അവർ ജനിച്ച സ്ഥലത്തോ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അവരെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ മറ്റേ പരദേശിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പിന്നെ ഈ IOA ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വേറൊരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. 6 മാസം എവിടെയെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാമെന്ന്. എനിക്ക് വന്നത് ഈ പരദേശിയുടെ കാര്യം അദ്ദേഹം CRPയുടെ എന്തോ ആണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ 6 മാസമായിട്ട് പള്ളിപ്പുറത്ത് പോസ്റ്റിംഗ് കൊടുത്തു. അപ്പം അതിനകത്ത് നിയമാനുസൃതമായ ഒരു തടസ്സങ്ങളും ഇല്ല. അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിന് വേണ്ടി മത്സരിച്ച്. ഈ സജൻ പ്രകാശിൻ്റെ അമ്മ അത്ലറ്റാണ്. എൻ്റെ കൂടെ ജൂനിയറായിട്ട് പഠിച്ച കുട്ടിയാണ് ശാന്തിമോൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വിമ്മിങ്ങിലെ സന്ദീപ് സേജ്വാൾ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിന് ബ്രോൺസ് മെഡൽ വന്നത് പുള്ളി ഡൽഹിക്കാരനാണ്. പുള്ളി മത്സരിച്ച മധ്യപ്രദേശിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ റിച്ച മിശ്ര പുള്ളിക്കാരിയും ഡൽഹിയാണ്, മധ്യപ്രദേശ്. അരോൺ ഡിസ്യൂസ മഹാരാഷ്ട്രക്കാരനാണ്, മധ്യപ്രദേശിന് വേണ്ടി മത്സരിച്ചു. ഇപ്പോൾ PT ഉഷയുടെ ഒരു കോച്ചിങ് കേന്ദ്രമൊക്കെ തുടങ്ങി മലബാറിലാണ് എൻ്റെതുള്ളത്. നിങ്ങൾ രണ്ടുപേരും പാലാ തൊടുപുഴ മേഖലയിലുള്ളതാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അത്ലീറ്റ്സും പിന്നെ പറഞ്ഞ കുട്ടനാട് നിന്നാണ് നീന്തൽ താരങ്ങൾ വരുന്നത്. നിങ്ങൾ അങ്ങനെ ആ തരത്തിൽ എന്തെങ്കിലും ഒരു ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? രണ്ടുപേരും ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും സൂപ്പർ താരങ്ങളായിട്ടുള്ള സ്പോർട്സ് ദമ്പതികളാണ് നിങ്ങൾ. ഒരു മൊത്തം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു ഭാഗത്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ട് ഫീൽഡിൽ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്തവരാ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഞാൻ 1990 NIS അതായത് കോച്ചസിൻ്റെ കോഴ്സ് ഞാൻ ഫസ്റ്റ് റാങ്കിൽ പട്ടിയാലം പാസ്സായതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 4 വർഷം കൂടെ ഞാൻ സ്വിമ്മിങ് ചെയ്തു. അത് വേറെ വിഷയം. അത് കഴിഞ്ഞിട്ട് കോച്ചിങ് ഫീൽഡുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇന്ത്യൻ റെയിൽവേ കോച്ചാണ്. നാഷണൽ ക്യാമ്പിൽ പോകാറുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഒരു അക്കാഡമി അല്ലെങ്കിൽ സ്വിമ്മിങ്ങിൻ്റെ ഒരു അക്കാഡമി തുടങ്ങണമെന്ന്. അത് എന്ന് തുടങ്ങും? ഇപ്പൊ ഇന്റർവ്യൂ വഴി നിങ്ങളുടെ കഴിവനുസരിച്ച് എന്തെങ്കിലും നമുക്ക് അതുകൊണ്ട് നമ്മൾ അടുത്ത മാസം കാര്യങ്ങളൊക്കെ വേണം. അടുത്ത മാസം തുടങ്ങാൻ ഞാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് കോട്ടയം സൈഡോ ചാനാശ്ശേരി സൈഡോ എവിടെയാണെങ്കിലും നമ്മൾ എവിടെയാലും കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ഒരു ഓഫർ കിട്ടുവാണെങ്കിൽ. ഞാൻ FCI ജോലി ചെയ്യുകയാണ്. എനിക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ജോയിന്റ് ആയിട്ട് ചെയ്തിട്ട് അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും എക്സൽ ചെയ്യുകയും ഒരു ഒളിമ്പിക് സ്റ്റാൻഡേർഡിലേക്ക് പോയ ആൾക്കാരാണ് രണ്ടുകൂട്ടരും, ഒരു ഒളിമ്പിക് അല്ലെങ്കിൽ വേൾഡ് ലെവൽ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കേരളത്തിന് ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കാവുന്നതാണ്. പിന്നെ വീണ്ടും താങ്കൾ ഇപ്പോൾ സംഘത്തലവനായിട്ട് വരുന്നു, സപ്പോർട്ട് ചെയ്യാനൊരു ഷൈനി ഉണ്ട്. നിങ്ങൾ വീണ്ടും ചർച്ചയിൽ വരുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ വളരെ സന്തോഷമുള്ളൂ ഇങ്ങനെ ചോദ്യം ചോദിച്ചത്. വളരെ നന്ദി. അതിന്റെ എന്തെങ്കിലും പോസിറ്റീവ്. കാരണം ഇപ്പൊ കേരളം തന്നെ ഭയങ്കര അഗ്രസീവായിട്ട്, ഞാൻ അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചത്, അഗ്രസീവായിട്ട് പുറത്ത് പോയവരെ കൂടി ഇങ്ങോട്ട് ഉൾക്കൊള്ളാനും പഴയ ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കാനും ശ്രമിക്കുന്ന ഒരു സമയം. ആ ഒരു ഇതിലാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ഇതെങ്ങനെയാണ്? നിങ്ങളുടെ പഴയ കാലത്തെ താരങ്ങൾ തമ്മിൽ, ഇപ്പോഴുള്ള താരങ്ങൾ എന്ന് പറയുന്നത് എല്ലാം സെൽഫ് മെയ്ഡും ഒറ്റയ്ക്കും. പക്ഷെ നിങ്ങളുടെ കാലത്ത് ഭയങ്കരമായിട്ടുള്ളൊരു സൗഹൃദം എല്ലാ ഇതിലുള്ള, ഇപ്പോൾ വോളിബോൾ താരമായാലും ഫുട്ബോൾ താരമായാലും അത്ലറ്റിക്സിലായാലും നീന്തലിലായാലും നിങ്ങൾ തന്നെ പാർട്ട്നേഴ്സായി മാറിയത് സ്പോർട്സിലൂടെയാണ്. ആ തരത്തിലുള്ള ഒരു ഇത് ഇപ്പോൾ അധികം കാണുന്നില്ല. അത് ശരിക്കും ഒരു അനുഭവമായിരുന്നു. നമ്മളൊരു ക്യാമ്പ് ചെന്ന് കഴിഞ്ഞാൽ ആ എല്ലാ ക്യാമ്പുകളും ഒന്നിച്ചായിരിക്കും. അതിലൊരു 70% താരങ്ങൾ എല്ലാം സൂപ്പർ സ്റ്റാർസ് ആയിരിക്കും. ആ ഇവൻറ്റുകളിൽ അതെല്ലാം മലയാളീസ് ആയിരിക്കും. 82 തൊട്ട് 90 വരെ. ശരിക്കും നമുക്ക് പട്ടിയാലയിലായിരിക്കും ക്യാമ്പ്. കാരണം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതായിരിക്കും. പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ നമ്മൾ ഇത്രയേറെ സ്പോർട്സിനെ കുറിച്ചാണ് സംബന്ധിച്ചത്. സ്പോർട്സ് താരങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നു. നിങ്ങളെല്ലാം എന്താ പറയുക, ഗ്ലാമറിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരേപോലെ സാധാരണ സംഭവിക്കും, ഒരാൾ ഗ്ലാമർ താരവും മറ്റാൾ ഒട്ടും അറിയാത്ത ആളും. നിങ്ങൾ രണ്ടുപേരും ഈക്വലി നോൺ താരങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബജീവിതം, ജീവിത ട്രാക്കിൽ എങ്ങനെയാണ്? അന്നത്തെ ക്യാമ്പിൽ ഞങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്തോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും. സ്പോർട്സ് ആണ് ഒരു 80% ചർച്ച ചെയ്യുന്നത്. അത് ഞങ്ങൾ ക്യാമ്പിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് എല്ലാ സ്പോർട്സുകാരും ഞങ്ങൾ അന്നൊരു കുടുംബം പോലെ. ഒരു മത്സരം നടക്കുമ്പോൾ മറ്റുള്ള ഗെയിമിലെ ആൾക്കാരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതിനകത്ത് ഇദ്ദേഹം ചെയ്യണോ അതല്ലായിരുന്നു, എല്ലാവർക്കും നന്നായിട്ട് ചെയ്യണമെന്നുള്ള ആ സപ്പോർട്ടായിരുന്നു.
ഇതൊന്നും ഇപ്പോൾ കാണുന്നില്ല. അത് ഭയങ്കര ഞങ്ങൾ ചെന്നൈയിലാണ് ഇപ്പം താമസിക്കുന്നത്. ചെന്നൈ തന്നെ കേരളത്തിലുള്ള എല്ലാ മലയാളികളും കൂടെ ഒരു അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ, കെസ്പ എന്ന കേരള സ്പോർട്സ് പേഴ്സൺ അസോസിയേഷൻ. ഞങ്ങളെല്ലാവരും ഇടയ്ക്ക് എല്ലാവരും കാണാറുണ്ട്, ചിലപ്പോൾ വലിയ സ്പോർട്സ് മീറ്റ് നടത്താറുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു സ്നേഹബന്ധത്തിലൂടെ എല്ലാവരും പോകുന്നത്. നീന്തലിലായിരുന്നു, അത്ലറ്റിക്സിലും സാധാരണ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു വളരെ അടുപ്പം ഉണ്ടാവാനുള്ള ഒരു ഇൻസിഡന്റ് പറയാമോ ഷൈനി? നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ സ്പോർട്സ് ആണ് ഇത്ര ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായി. അത് കുഴപ്പമില്ല. ഈ ചിലപ്പോ വയസ്സാം കാലത്ത് ഇരുന്ന് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടിയത് ഇങ്ങനെയാണ്. ടൈറ്റാനിക് എന്നുള്ള സിനിമ ഓർക്കുന്നുണ്ടോ? ഇപ്പം അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അന്ന് ഞങ്ങൾ 82 ക്യാമ്പ് ഞങ്ങൾ പട്ടിയാലായിരുന്നു. വെച്ചാൽ മറ്റുള്ള സ്ഥലത്തൊന്നും ഈ സൗകര്യങ്ങളില്ലായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങളിൽ മലയാളി എന്നുള്ള രീതിയിലുള്ള ഇതേ ഉള്ളായിരുന്നു. അല്ല ചിരിക്കോ വർത്താനം പറയുകയോ പോലും ചെയ്യില്ല, ഒന്നുമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 84 ഒളിമ്പിക്സ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് സാഫ് ഗെയിംസ് ഉണ്ടായിരുന്നു. ഇല്ല, അപ്പോൾ ഷൈനിയുടെ ഒളിമ്പിക്സിന് ആദ്യത്തെ ഇന്ത്യൻ വനിതയായി ഒളിമ്പിക്സിന് എൻട്രി ചെയ്യുന്നു. അപ്പോൾ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി, ഷൈനിയുടെ ഫ്രണ്ടിനോട്, എനിക്ക് അങ്ങനെ നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യമൊന്നും അന്നില്ലായിരുന്നു. അതെ, ഇന്നുള്ള പിള്ളേരെ പോലെ ഒന്നും അത്ര ധൈര്യമില്ലായിരുന്നു. ചോദിച്ചു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ രണ്ടുപേരുടെ വീട്ടിൽ പറഞ്ഞു. പേരൻസ് പറഞ്ഞു സ്പോർട്സുകാരെ കല്യാണം കഴിക്കുന്നത് നല്ലത്. അങ്ങനെ ഈ മക്കൾക്ക് എങ്ങനെയാ ഇതിനോട്? അല്ല, മൂത്ത 2 പെൺമക്കളാണ്. മൂത്തകൾ MBA കഴിഞ്ഞ് ജോലി ചെയ്യുന്നു, രണ്ടാമത്തെ 11th പഠിക്കുന്നു. പയ്യനെ 8th സ്റ്റാൻഡേർഡിൽ. അവന് കുറച്ച് ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് നടക്കുവാണ്. നീന്തലൊക്കെ അറിയാം, പക്ഷേ ഒന്ന് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഇവർ കാണുമ്പോൾ ഇവരുടെ ഒരു പ്രതികരണം എന്താണ്? കുട്ടികളുടെ അല്ല, അവരുടെ വിചാരമൊക്കെ, ഈ മോൻ്റെ വിചാരം പ്രത്യേകിച്ച് ഈ ക്രിക്കറ്റ് കണ്ട് അവരുടെ വിചാരം ക്രിക്കറ്റേഴ്സിനെ മാത്രമേ ആൾക്കാർ അറിയുള്ളൂ. പക്ഷേ അതിന് ഒരു പ്രാവശ്യം ഒരു വലിയ ഫംഗ്ഷൻ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് പിള്ളേർ അല്ല അത്ലറ്റിക്സ് നടക്കുന്നപ്പോഴാണ് അവിടെ വന്ന പിള്ളേർ. അത് കഴിഞ്ഞപ്പോൾ കുറേ പേര് ഒന്ന് ഓട്ടോഗ്രാഫൊക്കെ മേടിക്കുന്ന കണ്ടപ്പോൾ ഇവൻ അന്തം വിട്ട് നോക്കിയിട്ട് ചോദിച്ചു, ഓ അമ്മയ്ക്കും ആരാധകരൊക്കെ ഉണ്ടോ ഇത്ര? വയനാട്ടിൽ ഞങ്ങളൊരു FCയുടെ ഒരു ഫംഗ്ഷന് വേണ്ടി പോയതാണ്. അപ്പോൾ ഇങ്ങനെ എന്തോ കാണാൻ സൈറ്റ് സീയിങ് കാണാൻ പോയപ്പോൾ അന്നേരം അവിടെയുള്ള ആൾക്കാരെല്ലാം വന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പം സാധാരണ ആൾക്കാർ. അപ്പം അമ്മയ്ക്ക് ഇത്രയും അതുപോലെ അന്ന് ഷൈനയിൽ ചെറിയ സാധാരണ ഫോണാണ്. എന്നിട്ട് അവൻ പറഞ്ഞു കൊടുക്കുക, അമ്മ നല്ല ഫോണൊക്കെ മേടിക്കണം, ആൾക്കാരൊക്കെ ഉള്ളതല്ല കാണുന്ന മോശം. അതുപോലെ നിങ്ങൾ ഇവിടുത്തെ അന്ന് നടത്തിയ പെർഫോമൻസ് ഒക്കെ അവര് വീഡിയോയിലെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരെ കണ്ടിട്ടില്ല. അവരെ കുറെ പേപ്പർ കട്ടിങ്സ് അല്ലാതെ മറ്റേ വിഷ്വൽസ് ഒന്നും കണ്ടിട്ടില്ല. ഈ 87 നാഷണൽ ഗെയിംസിന്റെ വിഷ്വൽസ് ഒന്നുമില്ല, എടുത്തു വെച്ചിട്ടില്ല. ആരുമില്ല. ഉണ്ടായിരുന്ന എല്ലാം പൂപ്പൽ പിടിച്ചു പോയി. എന്റെ കുറെ ഇതെല്ലാം ഉണ്ടായിരുന്നു. നാഷണൽ ഇത് കാണത്തില്ലേ? ഇല്ല, എന്നാലും നമുക്കൊരു റെഡി കാണിച്ചു കൊടുക്കാം. ദൂരദർശന്റെ ഇതിൽ കാണും, അന്വേഷിച്ച് പോയി കാണുമല്ലോ. അന്ന് കുറെ അവർ പകുതി വിശ്വസിക്കും. നമ്മൾ പട്ടാളത്തിൽ നിന്ന് വരുന്നവർ പറയുമ്പോൾ പകുതിയല്ല വിശ്വസിക്കുന്നു. പിള്ളേർ ചിലപ്പോൾ പകുതി വിശ്വസിക്കായിരിക്കും. അല്ല, ഈ വിഷ്വൽ കാണിച്ചിട്ട് അവർക്ക് വേണ്ടി മാത്രമല്ല, താങ്കളുടെ ഒരു ഡോക്യുമെന്ററി ചെയ്യണമെങ്കിൽ അതൊരു വല്ല അപൂർവമായ സാധനമല്ലേ? ഇപ്പൊ 68 ബോബീമൻ നടത്തി ഇതിന്റെ പോലും മറ്റു വിഷ്വൽസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇന്ത്യയിൽ ഇങ്ങനെ സ്പോർട്സിന്റെ ആർക്കൈവ്സ് ഒക്കെ സൂക്ഷിക്കുന്നത് കുറവാണ്. അങ്ങനെ ഒരു സിനിമയിലേക്ക് 100 വർഷം യഥാർത്ഥത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടതല്ലേ അതൊക്കെ? അതിന്റെ ഫോട്ടോസ് ഉണ്ടല്ലോ, വിഷ്വൽസും മറ്റേ ഫോട്ടോസ് ഉണ്ട്, കുറെയൊക്കെ ഉണ്ട്. അല്ല, എല്ലാം തന്നെ ഒന്നുമില്ല. അപ്പൊ ഈ മക്കളാരും സ്പോർട്സിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല. മോന് ചെറിയ താല്പര്യമുണ്ട്. പിന്നെ നമ്മൾ ആരെയും കമ്പൽ ചെയ്തില്ല, അവരുടെ ഇഷ്ട ഫീൽഡ് എടുക്കട്ടെ. കമ്പൽ ചെയ്യാത്തതുകൊണ്ട് അവരാരും വന്നില്ല. പിന്നെ അവർക്കൊരു താല്പര്യമുണ്ട്. ട്രെയിനിങ്ങിന് ക്രിക്കറ്റിന്റെ ക്യാമ്പിലും അങ്ങനെ ഇതിനൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ നടന്ന സംഘത്തലവൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ സ്പോർട്സ് നടന്ന് ഇപ്പോൾ കേരളം മുന്നോട്ട് കുതിക്കുന്ന ലാസ്റ്റ് ഡേയിൽ കേരളം 10 സ്വർണ്ണം, അതിന് മുമ്പ് 6 സ്വർണ്ണം ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള പെർഫോമൻസ് ആണ് കേരളത്തിന് ഭാഗത്ത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ അഴിമതി ആരോപണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് താങ്കൾ സ്പോർട്സുകാരനാണ്, ഞാനൊരു രാഷ്ട്രീയക്കാരോട് ചോദിക്കുന്ന ചോദ്യമല്ല, സ്പോർട്സുകാരൻ്റെ നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഇല്ല അങ്ങനെ പറയുകയാണെങ്കിൽ മേള നടക്കുകയും ചെയ്യും? അതെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ 10 വയസ്സിൽ നീന്താൻ തുടങ്ങിയതാണ്. ഇപ്പോഴും 40 വർഷമായിട്ട് ഞാൻ ഈ സ്പോർട്സായിട്ട് ഒന്നല്ലെങ്കിൽ നീന്തലുകാരനായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് കോച്ചായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ പല നാഷണൽ ഗെയിംസ് കണ്ടു, പല ഇൻ്റർനാഷണൽ മീറ്റിൽ പങ്കെടുത്തു. പക്ഷേ അതിനോടൊക്കെ കിടപിടിക്കുന്നത്, ഇൻ്റർനാഷണലിനോടൊക്കെ കിടപിടിക്കുന്നത് അല്ലെങ്കിൽ നാഷണൽ ഗെയിംസ്, ഈ കണ്ട നാഷണൽ ഗെയിംസിനേക്കാളും മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് അത്ലറ്റ്സിന് കിട്ടിയിട്ടുള്ളത്. അത് അക്കോമഡേഷൻ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും
ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ട്രാക്ക് ആണെങ്കിലും സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും എല്ലാം ഒരു സ്പോർട്സുകാരൻ എന്നതിൽ നമുക്കതിൽ പരം എന്താണ് വേണ്ടത്? പിന്നെ അഴിമതിയെപ്പറ്റി പറയാൻ നമ്മളാളല്ല, അത് എനിക്കറിയില്ല എന്താണ്. പക്ഷേ നമ്മൾ കണ്ടതിൽ ഒരു പ്രശ്നമില്ല, എല്ലാം സ്മൂത്തായിട്ട് പോകുന്നത്. നമ്മൾ കണ്ടതിൽ ഏറ്റവും നല്ലൊരു ഗെയിംസാണ്. എക്യുപ്മെന്റ്സ് കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കേരള ടീമിന് കുറച്ചുകൂടി നേരത്തെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാമായിരുന്നു എന്നൊക്കെയുള്ളൊരു വാദഗതികളുണ്ട്. പല എക്യുപ്മെന്റ്സും വരാൻ വൈകി, കാരണം അവിടെ കയറ്റി വിട്ട പുതിയ എക്യുപ്മെന്റ്സ് വരാൻ വൈകി. ഇപ്പൊ സായിൽ നിന്ന് കടമെടുക്കേണ്ടി വന്നു. ലാസ്റ്റ് മിനിറ്റിലാണ് എക്യുപ്മെന്റ്സ് കൂടെ എത്തിയത്. പക്ഷേ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതാണല്ലോ. ഇല്ല, ഞാൻ അത്ലറ്റ്സിനോടെല്ലാം സംസാരിച്ചു. ഒരു സംഘത്തിലെ വന്നാലും നമ്മുടെ ഡ്യൂട്ടിയാണല്ലോ. അപ്പോൾ അവർക്കൊന്നും അതൊരു പരാതിയല്ല. എന്ന് വെച്ചാൽ അതിലും നല്ല എക്യുപ്മെൻസിലാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. LNCPയിൽ അവരെല്ലാം വേൾഡ് ക്ലാസ് എക്യുപ്മെൻസിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൂടെ പലരും നാഷണൽ ക്യാമ്പിലാണ്, സ്വിമ്മിംഗ് പൂളിലാണ് ഏറ്റവും നല്ല മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതൊരു കുറവായിട്ട് കാണുന്നില്ല. ഈ നാഷണൽ ഗെയിംസിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും? കേരളത്തിൽ ദേശീയ ഗെയിംസ് നടന്നു. ഇതിന്റെ പേരിൽ കേരളത്തിൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് ചെയ്യാൻ പോവുകയാണ്. ഇത് കേരളത്തിലെ സ്പോർട്സിനെ വളർത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അത് ഞങ്ങളുടെ ഒരു എളിയ സജഷൻ എന്ന് പറഞ്ഞാൽ ഇനി അത് സംരക്ഷിക്കപ്പെടണം. അത് കേടുവരാതെ ഈ പുതിയ ജനറേഷൻ സബ് ജൂനിയർ ലെവലും ജൂനിയർ ലെവലും സീനിയർ ലെവലും ഉള്ളവരെ വെച്ചൊരു ക്യാമ്പ്, ഒരു ദീർഘകാല പദ്ധതി വേണം. മേ ബി അടുത്ത നാഷണൽ ഗെയിംസ് വരെ അല്ലെങ്കിൽ അടുത്തൊരു ഏഷ്യൻ ഗെയിംസ് വരെ അതിനകത്ത് ഈ പിള്ളേരെ കൂടെ ഉൾപ്പെടുത്തണം. എന്നാലേ അവർക്ക് ഈ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സീനിയേഴ്സിനെ അനുകരിച്ചുകൊണ്ട് അവർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് അവരിൽ നിന്നുണ്ടാവും. അതാണ് നമ്മളിനി ചെയ്യേണ്ടത്. ശരിക്കും എല്ലാവരും ചോദിക്കും, ഈ കേരളത്തിന് വെളിയിലുള്ളവരൊക്കെ ഇതെന്നാ നിങ്ങൾ കേരളത്തിലുള്ളവർ മാത്രം ഇങ്ങനെ സ്പോർട്സിൽ അത്ലറ്റിക്സിൽ വരുന്നത്, പിന്നെ അതിന് വലിയ സീക്രട്ട് ഉണ്ടോ, അങ്ങനെയെല്ലാം ചോദിക്കാറുണ്ട്. തലമുറയുടെ ഒരു ഇൻസ്പിറേഷൻ അതിന്റെ പറയില്ല. PT ഉഷയ്ക്കും ഷൈനി വിൽസനൊക്കെ ഇത്രയും ഇത് അവർ ആരാധിക്കപ്പെടുന്നു, അവർക്ക് ഇത്രയും ഇതുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വനിതാ ഇതില് അത്ലറ്റിക്സിന്റെ കാര്യമാണ്, വനിതാ അത്ലറ്റിക്സിലാണ് നമ്മുടെ ഒരു കോറായിട്ട് നമ്മൾ കയറി വന്നത്. ശരിക്കും നിങ്ങളുടെ ഒരു തലമുറയുടെ ഒരു ഇൻസ്പിറേഷൻ ഫുള്ളുണ്ട്. അതുണ്ട്. അപ്പം അത് വെച്ചിട്ട് പിന്നെ പിള്ളേർ അതിനുശേഷം നിങ്ങൾക്ക് ശേഷം വന്ന ഏറ്റവും വലിയത് എനിക്ക് തോന്നുന്നു മേരി കോം ആയിരിക്കും. പക്ഷേ പിള്ളേരൊക്കെ ഉണ്ടായതിനു ശേഷം നമ്മളെല്ലാം കാണിച്ചു കൊടുത്തത്. കാരണം കല്യാണം കഴിഞ്ഞായാലും ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമ്പിലോട്ട് പോയി. വിൽസനും ഞങ്ങൾ രണ്ടുപേരും ആ ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡിൽ എനിക്ക് 2 ഗോൾഡ് 1 സിൽവറും കിട്ടി. ഇന്ത്യയിൽ വെച്ച് നടന്ന്. പിന്നെ മോളുണ്ടായി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഒത്തിരി ട്രെയിനിങ് ചെയ്ത് 1 വർഷത്തിനുള്ളിൽ ഏഷ്യൻ ചാമ്പ്യനായി. അങ്ങനെ നമ്മൾ 2 ഒളിമ്പിക്സ് അത് കഴിഞ്ഞാണ് ചെയ്തത്. അത് തീർച്ചയായിട്ടും അതുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വിൽസൺ അവിടെ പോയി NIC ചെയ്യാനായിട്ടും ഞാൻ അവിടെ പോയി ട്രെയിനിങ്ങും. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ക്യാമ്പിലോട്ട് പോയി. കാരണം ട്രെയിനിങ് മിസ്സാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പൊ PT ഉഷ, വത്സമ്മ, ഷൈനി, നിങ്ങൾ 3 പേരും ഒരേ കാലഘട്ടത്തിൽ വന്നത്. അവരൊക്കെ ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? പിന്നീട് ഇപ്പോഴൊക്കെ നല്ല ബന്ധങ്ങളുണ്ടോ? ഉണ്ട്. എല്ലാവരും വിളിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഉഷ ആയാലും ഉഷ ഇപ്പം ഇവിടെ കണ്ടു, വത്സമ്മ ആയാലും ഫോണിൽ ഇടയ്ക്ക് സംസാരിക്കാം. മോളുണ്ട്, ഇപ്പം 5 ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാവരെയും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിനൊക്കെ മേഴ്സി ആയാലും എല്ലാവരെയും, റോസക്കുട്ടി, എല്ലാവരും ഇപ്പം മിക്കവരും തന്നെ ഇവിടെ വന്നിരുന്നു ടോർച്ച് റണ്ണിന്. അപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചു. എല്ലാ അർജുന അവാർഡീസ് കുറച്ച് പേരെ വന്നില്ല, ബാക്കി എല്ലാവരും തന്നെ വന്നിരുന്നു. അപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചു. പിന്നെ ഈ മീറ്റിന് തന്നെ നമ്മൾ പിള്ളേരെ എൻകറേജ് ചെയ്യാനായിട്ടാണ് വന്നത്. ലീവ് ഇവരോട് ലെറ്റർ, ഞാൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സെലക്ഷൻ കമ്മിറ്റി മെമ്പറാണ്, എക്സിക്യൂട്ടീവ് മെമ്പർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നു. നമ്മൾ പിള്ളേരെ എൻകറേജ് ചെയ്യുന്നു, അവർ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഈ നിങ്ങൾ രണ്ടുപേരും അർജുന അവാർഡ് വിന്നേഴ്സാണ്. ഈ ടോം ജോസഫിനൊക്കെ വന്നപ്പോൾ അർജുന അവാർഡ് കിട്ടാത്തതിന്റെ വലിയ കോൺട്രവേഴ്സി ഉണ്ടായി. ഇപ്പൊ നേരത്തെ മെറിറ്റ് മാത്രമായിരുന്നു അർജുന അവാർഡിന് നോക്കിയിരുന്നത്. ഇപ്പോൾ അതിന്റെ കാര്യത്തിൽ മറ്റെന്താ പറയുക, വേണ്ടത്ര കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടാകുന്നുണ്ട്. അത് കാര്യത്തിൽ ഒരു നല്ലൊരു സെലക്ഷൻ മെത്തേഡ് ഉണ്ടാവേണ്ടതല്ലേ? അർജുന അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കായിക താരത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. അർജുന അവാർഡ് പിന്നെന്ന് പറഞ്ഞ ഒരു വേൾഡ് സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാണ് ഒരു അർജുന അവാർഡ് കൊടുക്കാറുള്ളത്. ടോം ജോസഫിന് 9 തവണ തഴയപ്പെട്ടു, പിന്നീട് കൊടുത്തു. എന്തുകൊണ്ടും ഇന്നലെ വോളിബോൾ ജയിക്കാൻ തന്നെ ടോം ജോസഫിന്റെ എഫേർട്ട് വലിയ പ്രധാനപ്പെട്ട റോളാണ്. അതിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ സമയത്ത് ഇത്രയും പേർക്ക് അർജുന അവാർഡ് കൊടുക്കില്ലായിരുന്നു, ഇത്രയും നമ്പേഴ്സിന് കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഈ ടോം ജോസഫും അങ്ങനെയുള്ള പ്ലേയേഴ്സ് വെച്ച് നോക്കുമ്പോൾ ടോമിനൊക്കെ അർഹതപ്പെട്ട പ്ലെയറാണ്. ഇപ്പോൾ ഒരു ടീം ഗെയിം ആകുമ്പോൾ ഒരാളുടെ ഇൻഡിവിജ്വൽ ഒരാളുടെ കളി വെച്ചിട്ട് ആ ടീമിനെ ജയിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ അവരൊരു മാനദണ്ഡം വെച്ചിരിക്കുന്ന ഒരു ഏഷ്യൻ ലെവലിലുള്ള അച്ചീവ്മെൻറ്റ്സ് വേണം, എന്നാലേ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ട് വേണം, എന്നാലേ നമുക്ക് കൊടുക്കാൻ പറ്റും. നിർഭാഗ്യം വെച്ചാൽ ഈ വോളിബോൾ, ഫുട്ബോളുള്ള ടീമിനൊന്നും ഏഷ്യൻ ലെവലിലൊരു അച്ചീവ്മെൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ഔട്ട്സ്റ്റാൻഡിങ് പ്ലേയേഴ്സിനെ ചിലപ്പോൾ
കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിക്കറ്റിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഒരിക്കലും മറ്റു ഗെയിമുകൾക്കൊന്നും കിട്ടുന്നില്ല. ഈ ഇന്ത്യ ഈ രംഗത്തൊക്കെ അതേ പ്രാധാന്യം തന്നെ ഇത് സാമ്പത്തികമായി സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ തന്നെ ഭയങ്കര പെർഫോമൻസ് നടക്കുന്ന കുട്ടികളെ ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവർ പെർഫോം ചെയ്യുമ്പോൾ മാത്രമാണ് ചെറിയൊരു സപ്പോർട്ട് സർക്കാർ കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല, ഒരു പോളിസി, സ്പോർട്സ് പോളിസി തന്നെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യേണ്ട കാലമായില്ലേ. ഞാനിപ്പോൾ ഒരു നിലനിൽക്കുന്ന സർക്കാരിനെയോ കഴിഞ്ഞ സർക്കാരിനെയോ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാനൊരു എന്താ പറയുക കുഴക്കുന്ന ചോദ്യമായിട്ട് കാണുന്നത്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് അതിനെക്കുറിച്ച് മറുപടി പറയുന്നത്. നല്ല ചോദ്യമാണ്. ഞാൻ ഈ ക്രിക്കറ്റുകാരും ഒക്കെ ആയിട്ട് ഇടപെടാറുണ്ട്. നമുക്ക് ടീമുണ്ട് സദേൺ റെയിൽവേക്ക്. അപ്പോൾ അവരെയൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യത്തിനും ഗവൺമെൻറ്റിനെ അവർ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ലെന്ന് വെച്ചാൽ അവർക്ക് 10-15 കോടി രൂപയുടെ ആസ്തിയാണ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനുള്ളത്. അപ്പോൾ അവരൊരു രഞ്ജി ട്രോഫി കളിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ 5 സ്റ്റാർ അക്കോമഡേഷൻ അവർ ഓരോ കളിക്കും 3-4 ലക്ഷം രൂപ കൊടുക്കുന്നു. അങ്ങനെ അവർ തന്നെയാണ് ക്രിക്കറ്റിനെ വളർത്തുന്നത്. അതുപോലെ അത്രയും പറ്റിയില്ലെങ്കിലും ഗവൺമെൻറ് കാര്യമായ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് പോലെ തന്നെ മറ്റുള്ള ഗെയിമിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. മറ്റുള്ള ഗെയിമിൽ ഇതിൻ്റെ ഇരട്ടി മികച്ച പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. കേരളം യഥാർത്ഥത്തിൽ ഇത്തവണ 2ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നത്. അതെ, സർവീസസ് ഇല്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ സംസ്ഥാനങ്ങൾ മാത്രമുള്ള മത്സരമായിരുന്നെങ്കിൽ കേരളം ബഹുദൂരം മുന്നിലായി ചാമ്പ്യന്മാരായിരുന്നു. ഈ മറ്റേ സർവീസസ് എന്ന് പറഞ്ഞ പട്ടാള ടീമാണ്. കരസേന, വ്യോമസേന, നാവികസേന എന്നുള്ള ബെസ്റ്റ് അത്ലീറ്റ്സ് ആണ് വരുന്നത്. ഇന്ത്യയിലെ മുഴുവൻ താരങ്ങൾ അതിലുണ്ട്. അതിലൊരു നല്ലൊരു ശതമാനം മലയാളികളാണ്, പകുതി കൂടുതൽ മലയാളികളാണ്. അപ്പോൾ മലയാളികൾ തന്നെ വന്ന് കേരളത്തെ തോൽപ്പിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതൊരു കഷ്ടമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സർവീസസ് മത്സരിച്ചോട്ടെ, പക്ഷേ ഈ ടോട്ടൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കൊടുക്കുന്നതിൽ നിന്ന് അങ്ങനെ വരുന്ന ടീമുകൾ, സർവീസസ് ആയെങ്കിലും ഇപ്പോൾ റെയിൽവേ അല്ലെങ്കിൽ മറ്റേ എയർഫോഴ്സ്, അങ്ങനെയുള്ള ഇന്ത്യയിലെ മുഴുവൻ താരങ്ങളും വരുന്ന ടീമിനെ മാറ്റി നിർത്തിയിട്ട് വേണ്ട ശരിക്കും സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരമല്ലേ ശരിക്കും നാഷണൽ ഗെയിം. ഇല്ല, എൻ്റെ ഒരു സ്പോർട്സുകാരൻ എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം നാഷണൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. എന്നാലും അതിലൊരു നാഷണൽ ഗെയിംസ് നമുക്ക് പറയാം. നമ്മുടെയൊക്കെ ടൈമിൽ സർവീസ് മത്സരിക്കണമെന്ന് മത്സരിച്ചോട്ടെ, അവര് സെപ്പറേറ്റ് ആയിട്ടൊരു ഇതായിട്ട്. പക്ഷെ അങ്ങനെ അവർ സമ്മതിച്ചു തരത്തില്ല. എന്ന് വെച്ചാൽ അവരെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റെയിൽവേ മത്സരിക്കുകയാണെങ്കിൽ ഈ സർവീസിനെ തോൽപ്പിക്കും, റെയിൽവേ ആയിരിക്കും, അതിന് സംശയമില്ല. അതുപോലെ തന്നെ അപ്പോൾ അവർ CRP BSF പോലീസുകാരെല്ലാം കൂടെ ഓൾ ഇന്ത്യ പോലീസ് ചോദിക്കും. അങ്ങനെയാകുമ്പോൾ അതിനൊരു പ്രസക്തി ഇല്ലാതെ പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ സർവീസിന് മാത്രമായിട്ട് എൻട്രി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ശരിക്കും അത് കൊടുക്കാൻ പാടില്ല. അത് സ്പോർട്സ്മാൻ സർവീസസിലുള്ള സ്പോർട്സ് താരങ്ങൾ അതായത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കട്ടെ. അങ്ങനെയാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെയൊക്കെ സമയത്ത് അങ്ങനെ മത്സരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു 10-75 സ്വർണ്ണമെങ്കിലും. അയ്യോ, എനിക്ക് കേരളം ഒരു 100 അടുപ്പിച്ച് കിട്ടിയത്. 100 സ്വർണ്ണമായി. 100 അടുപ്പിച്ച് കിട്ടിയത്. അപ്പോൾ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്പോർട്സ് സംസ്ഥാനം ഇപ്പോഴും കേരളം തന്നെയാണ്. പിന്നെ നമ്മുടെ ഇവൻ വാട്ടർ പോളോ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയുകയാണ്. കേരളത്തിൻ്റെ ടീമും സർവീസ് കളിച്ച മെയിൻ 7 പേരും മലയാളികളാണ്. തിരുവല്ലത്തുകാരാണ്. മത്സരമായിരുന്നു. അപ്പോൾ അങ്ങനെ പല ടീമുകളും ഇന്നലെ സർവീസസ് വോളിബോൾ നമ്മൾ കേരളമായിട്ട് ഇത്ര ഫൈറ്റ് ചെയ്തു. അതിനകത്ത് കളിച്ചാൽ ഒരു 4 പേരെങ്കിലും മലയാളികളായിരിക്കും. സ്വർണം നേടിയ മധു സർവീസസിന്റെ 4 സ്വർണം മധു മലയാളിയാണ്. ഒരുപാട് രംഗത്ത് എല്ലാ ഇതിലുണ്ട് മലയാളികൾ. പക്ഷെ അതിനകത്ത് ആ കാര്യത്തിൽ ഞാൻ സർവീസിനെ കുറ്റം പറയില്ല. എന്ന് വെച്ചാൽ അവർ ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, നല്ല അവസരം കൊടുക്കുന്നു, അവർ ജോയിൻ ചെയ്യുന്നു. നമ്മുടെ കേരളം കുറച്ചുകൂടെ അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പിള്ളേരെല്ലാം ഇവിടെ തന്നെ നിൽക്കും. എന്തെങ്കിലും തരത്തിൽ കേരളത്തിന് ഇപ്പോൾ പെട്ടെന്ന് കേരളം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സജഷൻസ് വേറെ വല്ലതും ഉണ്ടോ? സജഷൻസ് പറഞ്ഞാൽ ഇപ്പോൾ ജോലി ഇല്ലാത്ത ഒരു പറ്റം പിള്ളേരുണ്ട്, ഇൻക്ലൂഡിങ് ടീം ഗെയിം. ഇപ്പം ഗവൺമെൻറ് പറയുന്നുണ്ട് വ്യക്തിഗത എവിടെയെങ്കിലും മെഡൽ വന്നവർക്ക് കൊടുക്കുന്നുള്ളൂ. അതൊരു ചിന്തിച്ച് ഈവൻ ടീം ഗെയിമിൽ അറ്റ്ലീസ്റ്റ് 1ും 2ും വരുന്ന ടീമിലുള്ള പിള്ളേർക്കെങ്കിലും ജോലി കൊടുക്കണം. അതുവഴി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതേ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഫുൾ ടൈം ജോലിക്ക് വിടരുത്. അവർക്ക് പ്രാക്ടീസിന് വേണ്ട ലീവുകളും പെർമിഷനുകളും അവർക്ക് കൊടുത്തു കഴിഞ്ഞാലേ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ പലരോടും ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരോട് ഫുൾ ഡ്യൂട്ടി ചെയ്യാൻ പറയും, ലീവുകളോ ഒന്നും കൊടുക്കത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പോർട്സുകാരന് അവൻ്റെ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സജൻ പ്രകാശ് ഇന്ന് ജോയിൻ ചെയ്തിട്ട് നാളെ അവൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് നാളെ അവിടെ ഫുൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം അവൻ ചുമ്മാ വന്ന ഒരു കാണിയായിരിക്കും. അവന് ഇതുപോലെ ഒരു സിമ്മർ കാണില്ല. അപ്പോൾ അതിനൊരു മാറ്റം കൂടെ വരണം. നല്ല അവന് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസം ഒരു 6 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ അവന് റെസ്റ്റാണ് വേണ്ടത്. അല്ലാതെ ഓഫീസിൽ ഒന്ന് പണി ചെയ്യാൻ പറഞ്ഞാൽ അവന് പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ലാസ്റ്റ് ഇതായിട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരവസ്ഥയിൽ താങ്കൾ സ്പോർട്സ് രംഗത്ത് കടന്നു വന്നു. ഇപ്പോൾ സംഘത്തലവനായി താങ്കൾ ഈ ജീവിതത്തിലും ട്രാക്കിലും കരിയറിലും താങ്കൾ പൂർണ്ണ സംതൃപ്തനാണ്?
ഇല്ല, അങ്ങനെ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കൊരു ഏഷ്യൻ ഗെയിംസിന് മെഡൽ വരായിരുന്നു. 86-ൽ ഞാൻ ട്രയലിൽ ചെയ്ത സമയത്ത് ഞാൻ അതിൻ്റെ മുന്നിലത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഗോൾഡ് മെഡലിനേക്കാൾ നല്ല ടൈമാണ് ചെയ്തത്. അന്നൊരു 2 വർഷമായിട്ട് ഒരു ഓസ്ട്രേലിയൻ കോച്ചിൻ്റെ കീഴിൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അല്ല, ഓസ്ട്രേലിയൻ കോച്ചായിരുന്നു. ഞാൻ ഇടയ്ക്ക് 1 മാസം പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഏഷ്യൻ ഗെയിംസിന് പോകുന്നതിന് മുന്നേ ഒരു 4 ആഴ്ച മുമ്പ് അദ്ദേഹത്തെ തിരിച്ചു വിട്ടു. അപ്പോൾ എനിക്ക് ആ ഫൈനൽ ടേപ്പറിങ് എൻ്റെ ശരിയായില്ല. ആ ടേപ്പറിങ് ശരിയായിരുന്നെങ്കിൽ എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു ഏഷ്യൻ ഗെയിംസിന് സിൽവർ മെഡലെങ്കിലും ഞാൻ വന്നേനെന്ന്. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ. പക്ഷേ എനിക്ക് ഈ ഒരു ദുഃഖം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ദുഃഖം അങ്ങനെ. അതെ, പക്ഷേ വലിയ നേട്ടങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു ചെറിയ നൊമ്പരം മനസ്സിൽ അല്ലെങ്കിൽ ഒരു വിഷമം സൂക്ഷിക്കാൻ കിട്ടുന്നത് അതൊരു മധുര നൊമ്പരമായിട്ട് കരുതിക്കൂടെ? എന്നാലും എല്ലാം നേടിയെടുത്താൽ പിന്നെ അതിലൊന്നും ഇല്ല. എന്നാലും ഞാൻ ആ വർക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അത് വായിക്കാൻ പറ്റും. സ്പോർട്സുകാരുടെ സമയത്തോളം വായിക്കാൻ പറ്റും, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതൊരു ദുഃഖമുണ്ട്. ഷൈനിയെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തെങ്കിലും ഈ ട്രാക്ക് മാറിയത് ഒഴിച്ചു നിർത്തിയാൽ വേറൊന്നും എനിക്ക് ഒത്തിരി എന്നാ പറയുന്നത്, സാധാരണ ഓരോ സ്പോർട്സുകാർക്ക് ഇപ്പോഴും ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. കാരണം ഇവൻ നാഷണൽ ഗെയിംസിനായാലും ഞാൻ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡൽ പെണ്ണുങ്ങൾ അത്ലറ്റിക്സിൽ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവൻ നാഷണൽസിനായാലും ഒത്തിരി മെഡലുകൾ കേരളത്തിന് വേണ്ടി വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 10-18 വർഷത്തോളം എനിക്ക് ഒരു ഇഞ്ചുറി ഒന്നും ഉണ്ടാകാതെ ദൈവം എന്നെ കാത്തുകൊള്ളു. അങ്ങനെ ഒത്തിരി വർഷം എനിക്ക് നമുക്ക് കുറവൊന്നുമില്ല. നമ്മൾ സാധാരണ മറ്റേ ഐറ്റം തുടങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ എപ്പോഴും അതെ ബൈബിൾ വായിച്ചിട്ടും ഞാൻ എപ്പോഴും ഓടുന്നതിന് മുമ്പ് തന്നെ ഗ്രൗണ്ട് തൊട്ടിട്ട് ഞാൻ കുരിശ് വരച്ചിട്ടാണ് ഞാൻ. അപ്പോൾ എല്ലാവരും എന്നെ പലരും കളിയാക്കാറുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാനും പ്രാർത്ഥിക്കും, മത്സരം തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കും. പൊതുവെ സ്പോർട്സ് താരങ്ങളുടെ നമുക്കൊരു ഒരു വിശ്വാസം കിട്ടും, നമുക്ക് ചെയ്യാൻ നന്നായി പറ്റും, ഒരു കുഴപ്പവും പറ്റില്ലെന്ന്. ഇതുവരെ ദൈവം കാത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പുതിയ അക്കാഡമി തുടങ്ങാനും ആ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇല്ല, ഞാൻ 50 സ്വർണം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ താങ്കളുടെ നാവ് പൊന്നാവട്ടെ. എന്തായാലും വിൽസൺ ചെറിയാനും ശ്രീമതി ഷൈനി വിൽസനും ഹൃദയം തുറന്ന് സംസാരിക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിലും ട്രാക്കിലുമുള്ള നേട്ടങ്ങളെക്കുറിച്ച്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയാവുന്ന സ്പോർട്സ് ദമ്പതികൾ അവർ ഇന്നും വളരെ സജീവമായി സ്പോർട്സ് രംഗത്ത് നിൽക്കുന്നു. കേരളം ദേശീയ ഗെയിംസിൽ അത്യുജ്വല നേട്ടം നേടുമ്പോൾ അതിൻ്റെ സംഘത്തലവനായി വിൽസൺ ചെറിയാനും ഒപ്പം തന്നെ കൂട്ടായി ഷൈനി വിൽസനും അവരുടെ വലിയ സ്വപ്നമാണ് കേരളത്തിൽ ഒരുപക്ഷെ കോട്ടയത്തോ അല്ലെങ്കിൽ കുട്ടനാടോ ഒരു അക്കാഡമി എന്നുള്ളത്. ഒരാൾ നീന്തലിൽ, മറ്റാൾ അത്ലറ്റിക്സിൽ. ഒരുപക്ഷെ കേരളത്തിന് പുതിയ താരങ്ങളെ അണിയിച്ചൊരുക്കാൻ അവർക്ക് ഭാവിയിൽ കഴിയട്ടെ എന്ന ആശംസകളോടെ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ അവസാനിക്കുന്നു. രണ്ടുപേർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു.